അഹ്ലാൻ വസഹ്ലാൻ കോമഡി മാസ്റ്റേഴ്സ്. അഹ്ലാൻ വസഹ്ലാൻ. നല്ല മസാലയാണത്. അങ്ങനെയല്ല, കോമഡി മാസ്റ്ററിൽ ഒരുപാട് മസാലകളുണ്ട്. നോ 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 നോ. അത് എത്ര മർഹബ മർഹബ. അൽഫാമിൽ ഇടണ മർഹബ. അല്ല, എലീന വെൽക്കം ടു കോമഡി മാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാണ് അറബിയിൽ. അതാണോ? അതെ. കറക്റ്റ് ആണ്. ഞാൻ വിചാരിച്ചു ഇവിടെ ഐസ് ക്യൂബ് വായിലിട്ടിട്ട് സംസാരിക്കും. തുടങ്ങി നമ്മൾ എന്തായാലും ആരംഭിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. പ്രേക്ഷകരപ്പം ഇപ്പൊ സംഭവം പിടി കിട്ടിയില്ലല്ലോ. അറബിയിലൊക്കെ ഞാൻ ഇങ്ങനെ പറഞ്ഞു വരുന്നതിന് എന്തായാലും ഒരു കാരണം ഉണ്ടാവും എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും. നമുക്ക് ദുബായ് പോയിട്ട് ദുബായിലെ ഒരു കഥ കണ്ട് തിരിച്ചു വന്നിട്ട് ബാക്കി കഥകളിലേക്ക്. ഓക്കെ, ദുബായ് എന്ന് പറയുമ്പോൾ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്ന എന്നാ? ബെല്ലി ഡാൻസ്. ബുർജ് ഖലീഫ. ഡേറ്റ്സ്, ഈന്തപ്പന തോട്ടം. ദുബായിലേക്ക് നമുക്ക് പോവാം. പറഞ്ഞ പോലെ ഒരു ബെല്ലി ഡാൻസും ഈന്തപ്പന തോട്ടത്തിലേക്ക് നമുക്ക് പോവാം. ഓക്കെ, അത് കൊള്ളാം, കൊള്ളാം. വാരി എടുക്കുക. അവാർഡേ കൂടെ പിടിച്ചോ. നിങ്ങൾ ചിന്തിച്ചാണ് ഞാനിവിടെ കിടന്ന് ബെല്ലി ഡാൻസ് കളിച്ചാന്റെ പൈസ ആയിരിക്കും ഇതൊക്കെ. അല്ലേ ഇതല്ലേ? അല്ല, ഞാനിവിടെ കിടന്ന് ഏത്തപ്പഴം പിറക്കുന്നതിന്റെ പൈസ ഇതൊക്കെ. ഏത്തപ്പഴം അല്ലടി, ഈത്തപ്പഴം. 12 വർഷമായി ഗൾഫിലോട്ട് വന്നിട്ട് എന്നിട്ട് ഈത്തപ്പഴം എന്ന് പറയാൻ പഠിച്ചില്ലല്ലോ. ആ പഴം, ഇങ്ങനെ ഒരു പഴം. ഞാനിവിടെ എന്തൊക്കെ ജോലി ചെയ്യുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയാവോ? ഏത്തപ്പഴം പിറക്കുന്നുണ്ട്. ഏത്തപ്പഴം അല്ല, ഈത്തപ്പഴം. ആ ഈത്തപ്പഴം പിറക്കുന്നുണ്ട്. ഒരു സമയങ്ങളിൽ ബെല്ലി ഡാൻസ് കളിക്കുന്നുണ്ട്. പിന്നെ ഇയാളെ കയ്യിലുള്ള ചാർട്ടവറിന്റെ അടിയും മേടിക്കുന്നുണ്ട്. അല്ല, എന്താ അറബി ഇങ്ങനെ കിടക്കുന്നേ? മസിൽ പിടിച്ചിരിക്കുക. മസാല പിടിക്കുക? ഇത് ചിക്കൻ ഫ്രൈ. ഞാൻ മസാല പിടിച്ചിരിക്കല്ല, എന്റെ കാലിൽ മസിൽ പിടിച്ചിരിക്കുകയെന്ന്. നിങ്ങൾ ഇത്ര വലിയൊരു അറബിക്കാരനായിട്ട് നിങ്ങളെ വാങ്ങി ഞാൻ ഒരു അറബി പോലും ഇന്ന് കേട്ടിട്ടില്ലല്ലോ. എങ്ങനെ അറബി കേൾക്കാനാ? നീ മലയാളിയുടെ കൂടെയല്ലേ എന്റെ ജീവിതം. മലയാളം പറഞ്ഞു ഞാൻ എന്റെ അറബി വരെ മറന്നു. എന്റെ വീട്ടിൽ എന്റെ ഭാര്യ എന്താ എന്നെ വിളിക്കുന്നേ? മറബിന്ന്. അറബി പറഞ്ഞ പിന്നെ മറബിന്നല്ലേ വിളിക്കൂ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ മറവിയല്ല, പിന്നെ തോൽവി. പണ്ട് ആ നാട്ടിൽ കുണ്ട്രാണ്ടി ഓഫീസിൽ ജോലി. കുണ്ട്രാണ്ടി ഓഫീസ് എവിടെ കേട്ടിട്ടില്ല. നല്ല ഫ്രഷ് ഡയലോഗ്. ആ സ്ഥലത്തിന്റെ പേരെങ്കിലും ഒന്ന് മാറ്റായിരുന്നു. ആ ഓഫീസിൽ ജോലി ചെയ്തോണ്ടിരുന്നവളായിരുന്നു ഇവിടെ കിടന്ന് ഏത്തപ്പഴം പിറക്കുന്നത്. ഏത്തപ്പഴം അല്ല, ഈത്തപ്പഴം. എല്ലാം കശുവണ്ടി ഷാബോ. കശുവണ്ടി ഷാബോ? ഞാൻ പണ്ട് ചന്തയിൽ എത്ര കശുവണ്ടി വിറ്റിട്ടുണ്ടെന്ന് അറിയാവോ? കശുവണ്ടിയൊക്കെ വിൽക്കാൻ പറ്റുമോ? കശുവണ്ടി അല്ല, കശുവണ്ടി. ഓ, കഥ പറഞ്ഞോണ്ടിരിക്കാണ്ട് വേഗം പോയി കശുവണ്ടി പെറുക്ക്. അല്ല, ഏത്തപ്പഴം പെറുക്ക്. ഈത്തപ്പഴം പെറുക്ക്. ഇതെന്നാ കൊളക്കോടിയോ? ഞാൻ ഈ ചൂടത്ത് വേർത്തേക്കുമ്പോ നിങ്ങള് വീശറി വെച്ച് വീശി സുഖിക്കുവല്ലേ? ഞാൻ വീശറി വെച്ച് വീശി സുഖിക്കുവല്ല. ദാണ്ട ആ പനയെ കേറി സെഞ്ചൊരിഞ്ഞ് പൊട്ടിയതാ. എന്നിട്ട് ഓയിൽമെന്റ് ഇട്ടിട്ടുണ്ട്. ബാബു, നീ പോയി ആ പന കയറിക്കേ. എനിക്ക് അങ്ങ് പോയി പനയെ കയറാൻ പറ്റൂല. നിങ്ങൾ അങ്ങോട്ട് പോണ്. അല്ല, പനനെ ഇങ്ങോട്ട് വിളിച്ചോട്ട് വരാൻ പോണ്. ഞാൻ ഇനി പനയെ കയറുന്ന നിർത്തി. അതെന്താ? ഞാൻ ഇന്നലെ ആ പനയുടെ മണ്ടേ കയറി. അപ്പൊ അവിടെ ഒരു കടന്നൽ കൂടെ ഉണ്ട്. അപ്പി അറബിയാരത് അത് കടന്നൽ കൂടല്ല, അത് തൂക്കണാങ്കുരുവിയുടെ കൂടാണ്. എന്നിട്ട് ഞാൻ തൂക്കണാങ്കുരുവി ഉണ്ടോ നോക്കാൻ വേണ്ടി ഒന്ന് എത്തി നോക്കി. അതിന്നൊരു കടന്നൽ വന്ന് എന്നെ കുത്തി. എന്നിട്ട് ബർഗർ കഴിച്ചോണ്ട് പോണത് ഞാൻ കണ്ടതാല. എന്റെ അറബി, അത് ബർഗർ കഴിച്ചോണ്ട് പോകുന്നതല്ല, കടന്നൽ കുത്തി ചുണ്ട് ബർഗർ പോലെ ആയതാ. അറബി, ഞാൻ പറയൂ, എനിക്ക് ലീവ് വേണം, ലീവ് വേണം, ലീവ് വേണം. എടാ, ഇങ്ങനെയൊക്കെയാണോ ഒരു അറബിയുടെ അടുത്ത് ലീവ് കേൾക്കുന്നേ? കുറച്ച് സ്നേഹത്തിലും ഒന്ന് സുഖിപ്പിച്ച് ചോക്കടാ. എനിക്കൊരു ലീവ് തരൂ. നിനക്ക് ലീവ് തരത്തില്ല. ഇത്രയും സുഖിപ്പിച്ച് പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ എനിക്ക് ലീവ് തരാത്തത്? നിന്റെ ആഗ്രഹം അങ്ങനെയാണെങ്കിൽ ഒരു 2 വർഷം കഴിഞ്ഞിട്ട് നോക്കാം. നിങ്ങൾക്ക് അങ്ങനെ പോവാനൊന്നും പറ്റില്ല. കാരണം നിങ്ങളുടെ പാസ്പോർട്ടും വിസയൊക്കെ എന്റെ കയ്യിലാണ്. ഞാൻ നടന്ന് എന്റെ നാട്ടിലേക്ക് പൊക്കോളാം. ഞാൻ പോണ്. ആടുജീവിതത്തിൽ പൃഥ്വിരാജ് നടന്നു പോയത് അറിയാല്ലേ? അത് ഓർക്കുമ്പോഴാണ് ഞാൻ ഇങ്ങനെ തിരിച്ചു. ഞാൻ പോണം. ഞാൻ നടന്നു നോക്കോളാടി. ഞാൻ പോവും.
ബാബു ഏട്ടാ. ഈ ഒറ്റ ബെല്ലി ഡാൻസുകാരനാണ് നാട്ടിലേക്ക് നടന്നു പോണോ ഞാൻ തിരിച്ചു ഒറ്റ ബെല്ലി ഡാൻസുകാരനാണ് വീട്ടിൽ പോലും പോവാതെ ഈ ചൂടുള്ള മണലത്ത് പേപ്പർ വിരിച്ചു കിടക്കുന്നത്. നീ ഇത് കണ്ട? ഇതെന്താ അൽഫാം ചുട്ട് വെച്ചേക്കുന്നു? അയ്യോ, അൽഫാം ചുട്ട് വെച്ചേക്കുന്നല്ല, ചൂടുള്ള മണലത്ത് പേപ്പർ വിരിച്ചു കിടന്ന് പേപ്പർ കത്തിപ്പിടിച്ച് എന്റെ മുതു കരിഞ്ഞതാ. ഇവിടെ നോക്കട്ടെ, ഇന്നത്തെ ഷോ കഴിഞ്ഞ്. നീ ഇതെല്ലാം എടുത്ത് തലയിട്ടൊന്ന് അവിടെ വെക്കടാ. എനിക്കാവൂല. ആവൂല? ഇല്ല. ഇനി നിന്നോട് ദേ ഈ ചാട്ടവാർ സംസാരിക്കും. എന്തുവാടി നോക്കുന്നേ? ഇത് സംസാരിക്കുന്നില്ല. നിന്നോട് ഞാൻ അവസാനമായിട്ട് ചോദിക്കാണ്, നീ എടുത്തു വെക്കില്ലേ? ഇല്ല. നീ എടുത്തു വെക്കില്ല? ഇല്ല. ഈ മുന്നടി അവന് കൊടുത്തൂടെ? പോലെയല്ല, അവനടിച്ച് അവൻ തിരിച്ചടിക്കും. ഞാൻ ലാസ്റ്റ് ആയിട്ട് ചോദിക്കാണ്, നീ എടുത്തു വെക്കില്ലേ? ഇല്ല. അയ്യോ, എക്സ്പ്രഷൻ നോക്ക്. മോനെ നിന്റെ ബുദ്ധി അപാരം തന്നെ കേട്ടാ. നീ ബെല്ലി ഡാൻസ് പഠിച്ചോണ്ട് നമുക്ക് ഉപകാരമായി. വിചാരിച്ചോ? എനിക്കിപ്പോ എല്ലാം മനസ്സിലായി. ഇനി ഈ ചാക്ക് നീ ചുമക്കടാ. ഇല്ല. നീ ചുമക്കൂല. നീ ഇല്ല. ചുമക്കൂല. ഇല്ല. അറബി പോയി കേട്ടാ. നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടാം. എങ്ങനെ രക്ഷപ്പെടും? നടക്കാം. നടന്നത് തന്നെ. എടി, നിനക്കറിയോ, ഞാൻ ഈ അറബിയുടെ കണ്ണു വെട്ടിച്ച് ഒരു ദിവസം ഈ മരുഭൂമി കൂടെ 2 ദിവസം വെള്ളം പോലും കുടിക്കാതെ നടന്നത്. എന്നിട്ട് ഭക്ഷണം ഒന്നും കഴിച്ചില്ലേ? കഴിച്ചു. പിന്നെ അത് വേണ്ടാന്ന് വെച്ചു. അതെന്താ? എത്രാന്ന് വെച്ചാടി മണല് വാരി തിന്നുന്നത്? പിന്നെ ഞാൻ നടക്കാൻ വയ്യാതെ ഞാൻ എഴഞ്ഞെഴഞ്ഞ് അവസാനം റോട്ടിൽ ചെന്ന്. എന്റെ ദൈവദൂതനെ പോലെ അറിഞ്ഞൂടാ, താണ്ടൊരു കാറ് വരുന്നു. എന്നിട്ട് ഞാൻ ആ കാറിന് കൈയാക്കി. എന്റെ കഷ്ടാലത്തിനോന്ന് അറിഞ്ഞൂടാ, ആ കാർ അറബിയുടെ ആയിരുന്നു. അറബി എന്നെ ഇങ്ങോട്ടാക്കി. നിങ്ങൾക്ക് എന്താ ഭാഗ്യ. എന്ത്? എന്തായാലും ഇവിടെ വരെ നടന്നു വരേണ്ടി വന്നില്ലല്ലോ. അയ്യോ, അപ്പൊ ഇതൊക്കെയാണല്ലേ നിങ്ങളുടെ പ്ലാന്? ഞാൻ നിങ്ങൾ ഇവിടെ പറയണതൊക്കെ ഞാൻ അവിടെ നിന്ന് കേട്ടു. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ നാട്ടിൽ പോണം. പോണം. എന്നാ ഞാൻ അതിനൊരു തടസ്സം നിൽക്കുന്നില്ല. ദാ നിങ്ങളുടെ പാസ്പോർട്ട്. ഇത് നിങ്ങളെ പെട്ടിയും പ്രമാണോ? എന്തിനാണോ നീ കറിയുന്നേ? എനിക്ക് പെട്ടിയുള്ള പ്രമാണമില്ല. എനിക്ക് പെട്ടിയില്ല, പ്രമാണമില്ല. രണ്ടും കൈതകൾ തന്നെ. എന്തിനാണോ നീ കറിയുന്നേ? ഈ പാസ്പോർട്ടിലെ ഫോട്ടോ എന്റെ അല്ല, അറബി നമ്മുടെ ദൈവം. നിങ്ങൾ ഇപ്പൊ പോയത് തന്നെ. എടാ, നിങ്ങളുടെ ഈ പാസ്പോർട്ട് എക്സ്പയർ ആയിട്ട് 2 വർഷം കഴിഞ്ഞ്. ഇനി നിങ്ങൾ പോവും ഇവിടുത്തെ ജയിലില്, അതും 3 വർഷം. ഇനി നിങ്ങൾ പറ, നിങ്ങൾക്ക് ഇവിടെ നിൽക്കുന്നോ അതോ നിങ്ങൾ ആ ജയിലിൽ പോയി കിടക്കണോ? ഞങ്ങൾക്ക് ഇവിടെ എന്നാ തുടങ്ങ ബെല്ലി ഡാൻസ്. ആദ്യം ഞാൻ പറട്ടെ, അറബി
يلا فوت بس هذه صغيرة كده هو بس ഇവർക്കറിയില്ലല്ലോ അറിയില്ലല്ലോ. എനിക്കും അറിയില്ല. ലക്കിക്ക് അറിയാം, അറബി അറിയാം. അറിയോ ലക്കി? ഞാൻ സ്കൂളിൽ പോയിട്ടും പോയിട്ടില്ല. സ്കൂളിൽ പോലും പോയിട്ടില്ലെന്ന്. പോയിട്ടില്ല. എന്നോട് ചോദിച്ചു. അതെങ്ങനെ നീ 24 മണിക്കൂർ ഇവിടെ അല്ലേ സ്കൂളിൽ പോകും? ലക്കി കുട്ടി കുറച്ച് മെലിഞ്ഞൂരാ. എന്തിനാ മെലിഞ്ഞ്? ക്യാരക്ടറിന് വേണ്ടി ചെയ്തതാ. ഓ അങ്ങനെ. ഉള്ള പടങ്ങളൊക്കെ കണ്ടാട്ടാ. ഉള്ള പടങ്ങളൊക്കെ കണ്ടിട്ടാണെന്നോ? ഏത് പടങ്ങള്? കൊറേ പടങ്ങളൊക്കെ കണ്ടിട്ട് അതിനകത്ത് സിനിമാ നടന്മാരൊക്കെ വണ്ണം കുറയും. ബാക്കും അങ്ങനെ അല്ലേ? ഇപ്പൊ ഏറ്റവും ലാസ്റ്റ് ആരാ വണ്ണം കുറച്ചത്? അത് ആ സിനിമയുടെ പേര് ഞാൻ മറന്നുപോയി. എന്നാ കഥ പറ. സിനിമ ഞാൻ കണ്ടിട്ട് പോലും മാത്രം. ഹലോ പടം ശരി, ഇത്രയൊക്കെ നമ്മളിപ്പോ ഏകദേശം ഒരു ദുബായ് സെറ്റപ്പിൽ അല്ലെ, ഒരു UAE ഒരു ഇവിടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അറബിയിൽ ഇനി ബാക്കി സംസാരിക്കാം. ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു അറബി ഇവിടെ സംസാരിക്കാൻ പറ്റുന്നത് നമ്മുടെ സ്വന്തം നോബി അണ്ണനായിരിക്കും. കാരണം പാസ്പോർട്ട് ഇട്ട് വന്നേക്കുന്നത്. നോബി അണ്ണ, അറബിയിൽ 2 വാക്ക്. അസ്സലാമലൈക്കും. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കൈഫൽ ഹാൽ. അതാ നമ്മൾ എൻസൈക്ലോപീഡിയയോട് ചോദിക്കണായിരുന്നു. കമോൺ ഡയാന, നമുക്കറിയാം. എന്നാ അതിന്റെ അർത്ഥം എന്താ? കൈഫൽ ഹാൽ എന്ന് വെച്ചാൽ how are you? How are you? ഞാൻ ഈ ഇടയ്ക്ക് സലാല പോയി. അപ്പോഴ് പിന്നെ സലാല പോയിട്ടുണ്ടോ? പിന്നെ കേരളമാണെന്ന് കേട്ടിട്ടുണ്ട്. ഭയങ്കര കേരളം പോലെ ഒരു മിനി കേരള. എന്നെ വീഡിയോ കോൾ വിളിച്ച് പറ്റിച്ച്. ഇവര് പോയി സലാലയ്ക്ക് പോയെന്ന് ഞാൻ അറിഞ്ഞു. എന്നിട്ട് ഞാൻ വീട്ടിലെങ്ങനെ ഇരുന്നപ്പോ എന്നെ വീഡിയോ കോൾ വിളിച്ച് ഡേ വാഴയുടെ ഇരുന്നിട്ട് വാഴയുടെ ഇടയിൽ എന്നെ വീഡിയോ കോൾ വിളിച്ചിട്ട് പറഞ്ഞ് ഞാൻ എത്തിയടാ, നീ വരല്ലേ വെഞ്ഞാറുമുട്ട്. ഞാൻ പറഞ്ഞു നിങ്ങൾ ഇന്നലെ പോയിട്ട് ഇന്ന് എത്തിയാ? ഞങ്ങൾ അവിടെ പെട്ടെന്ന് പരിപാടി എത്തി. ഞാൻ വിശ്വസിച്ച്. കാര്യം ചാല് വാഴത്തോട്ടം അതിന്റെ ഇടയ്ക്ക് ഇരിക്കുന്നു. പിന്നെ ഇങ്ങനെ ഇവിടുന്ന് നടന്നിറങ്ങിയപ്പം ഇറങ്ങുമ്പം അറബ്. അതെ, ഒരു റോഡിൽ കൂടെ പോകുന്ന ഒരു വീഡിയോ ഞങ്ങൾക്ക് നോബിചേട്ടൻ ഷെയർ ചെയ്തിരുന്നു. അപ്പൊ അതിലെങ്ങനെയാന്ന് വെച്ചാല് ഒരു ജംഗ്ഷൻ പോലത്തെ ഒരു റൗണ്ട് അബൌട്ടിൽ നിന്ന് റൈറ്റ് എടുത്തതും ശരിക്കും പറഞ്ഞ എന്താണ് വാഴത്തോട്ടവും ഒരു കുട്ടേട്ടന്റെ മറ്റേ ചായക്കട എന്നൊക്കെ പറഞ്ഞ ഓരോ സാധനങ്ങളൊക്കെ അവിടെ കിളിമാനുള്ള സുമാരുണ്ടല്ലേ അവിടെ പോയി കരിക്കൊക്കെ കടിച്ച് അവിടെ നമ്മള് സാധാരണ പണയിലിരിക്കും പോലെ പാവങ്ങളാണ്. സലാലയിലെ എല്ലാ മലയാളികൾക്കും കോമഡി മാസ്റ്റേഴ്സിന്റെ ഫുൾ ടീമിന്റെ വക. സലാല. വനിതാ ചിങ്കാരമേള നിയന്ത്രിക്കുന്ന കിച്ചുവിന്റെ പ്രത്യേക ശ്രദ്ധയ്ക്ക് കിച്ചുവിനെ കിച്ചുവിന്റെ ഭാര്യ നന്നായി ശ്രദ്ധിക്കുന്നുണ്ട്. അമ്മേ ശരണം ദേവി ശരണം. അതുപോലെ ആനയുടെ അടുത്തുനിന്ന് ഫോട്ടോ എടുക്കുന്നവരെ പ്രത്യേക ശ്രദ്ധയ്ക്ക് കുറച്ച് മാറി നിന്ന് ഫോട്ടോ എടുത്താൽ നിങ്ങളുടെ ഫോട്ടോ നാളെ പത്രത്തിൽ വരാതിരിക്കും. അമ്മേ ശരണം ദേവി ശരണം. പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഒരു യുവാവ് സ്കിറ്റ് നന്നാവാൻ വേണ്ടി 1001 രൂപ നേർച്ച നേടി. മണിക്കുട്ടൻ ചവറ നന്ദി, മണിക്കുട്ടൻ ചവറ നന്ദി. അമ്മേ ശരണം ദേവി ശരണം. ചേട്ടാ കൗണ്ടർ എവിടെയാണ്? കൗണ്ടർ ഇല്ലാത്തോണ്ടൊക്കെ പറയേണ്ടി വന്നത്. നേർച്ച കൗണ്ടർ എവിടെയാണ്? അല്ല, നേർച്ചയായിട്ട് കൗണ്ടർ അടിക്കണ്ട. കൗണ്ടർ പറഞ്ഞ അടിച്ചാ മതി. വെടി വഴിപാട് നടത്തുന്ന കൗണ്ടർ എവിടെയാണെന്നറിയാമോ? നല്ലതാണെങ്കിൽ അടിച്ചു തുടങ്ങിയിട്ടേ ഉള്ളു. എന്താ വേണ്ടത്? എന്റെ ഭാര്യയെ കാണുന്നില്ല, ആണോ? വിളിച്ചിട്ടും കിട്ടുന്നില്ല. പറ, അനൗൺസ്മെന്റ് ചെയ്യണോ? ഒന്ന് അനൗൺസ് പറ, പേര് പറ. ആർച്ച. ആർച്ച. സ്ഥലം വെമ്പായം. വെമ്പായം. സോറി സാർ, വട്ടപ്പാറ എന്ന് പറയണം. അല്ല, ഒട്ടപ്പാറയ്ക്ക് അടുത്തല്ലേ വെമ്പായം? പേരെന്തായിരുന്നു? ശ്രീദേവി. 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 സ്ഥലം വട്ടപ്പാറ. വട്ടപ്പാറ. പെട്ടെന്ന് പറയട്ടെ, ഭാര്യയെ കണ്ടുപിടിക്കണ്ടേ. ചേട്ടന്റെ പേര്? മണിക്കുട്ടൻ. മണിക്കുട്ടൻ. പറയാം. ശ്രീദേവി എന്ന് വന്ന വട്ടപ്പാറയെക്കാത്ത് മണിക്കുട്ടൻ സ്റ്റേജിന്റെ ഇവിടെ നിൽപ്പുണ്ട്. അങ്ങനെ അല്ല, വട്ടപ്പാറയെക്കാത്ത് ശ്രീദേവി ഇവിടെ നിൽപ്പുണ്ട്. നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? അല്ല, മണിക്കുട്ടനെക്കാത്ത് വട്ടപ്പാറ നിൽപ്പുണ്ട്. പറയട്ടെ, അവിടെ ഇരുന്നാൽ മതി. ഇയാൾക്ക് വട്ടാന്നാവുന്നത്. ഇയാളുടെ ഭാര്യ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് പറയേണ്ടതാണ്. അമ്പേ ശരണം ദേവി ശരണം. ഇയാൾക്ക് വന്ന് പറഞ്ഞ എന്നെ പറഞ്ഞാൽ മതിയല്ലേ. നീ ഇതോടെ പോയി കിടന്ന്? ചേട്ടാ, ഞാൻ ഒരു ഹൈഡ്രജൻ ബലൂൺ വാങ്ങിച്ചു ചേട്ടാ, പക്ഷെ അത് കൈവിട്ടു പോയി. എവിടെ എന്താ അറിഞ്ഞൂടാ. വാവിട്ട കൗണ്ടറും കൈവിട്ട ഹൈഡ്രജൻ ബലൂണും പിന്നെ തിരിച്ചു കിട്ടത്തില്ല. അതെ, ചേട്ടന്റെ കയ്യിൽ ഒരു ആനവാൽ മോതിരം ഉണ്ടായിരുന്നില്ലേ ചേട്ടാ? ഞാൻ ഇവിടെ മുഴുവനും അന്വേഷിച്ചോട്ടെ, അതുപോലെ തുറന്ന കിട്ടുന്നില്ല. ആനയെ കിട്ടുന്നില്ല, പിന്നെ അങ്ങനെ ആനവാൽ മോതിരം കിട്ടുന്നത്? അതൊന്നും കിട്ടുന്നില്ല. അതൊക്കെ പണ്ട് നമ്മൾ മേടിച്ചിട്ടിരുന്നല്ലേ. അതെ, ഇതിനെന്തൊക്കെ ശക്തി ഉണ്ടെന്ന് പറഞ്ഞാൽ ശരിയാണോ? പിന്നെ ഇത് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പേടി തൊട്ട് തീണ്ടത്തില്ല. പെട്ടെന്ന് വെല്ലും പൊട്ടി കഴിഞ്ഞാൽ പിന്നെ ആരെങ്കിലും ഒന്ന് പേടിക്കും. പിന്നെ ഇതെന്റെ അച്ഛന്റെ വഴിയുള്ള അമ്പലമാണ്. അപ്പൊ കുടുംബക്ഷേത്രമാണോ? അല്ല, ഈ വഴിക്ക് പോയാ എന്റെ അച്ഛന്റെ വീടാണ്. 5 കിലോമീറ്റർ പോയാ മതി. ഭക്തജനങ്ങളിലെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഒരു പേഴ്സ് കളഞ്ഞു കിട്ടിയിട്ടുണ്ട്. അയ്യോ, എന്റെയാണ്. എന്ന നാടകം ഇന്ന് രാത്രി 9:30 ഉണ്ടായിരിക്കുന്നത്.
അമ്മേ ശരണം ദേവി ശരണം. നിന്റെ ഇല്ല ഈ ചമ്മല് മാറ്റാൻ വേണ്ടി ഒരു കമ്മല് വാങ്ങിച്ചു തരട്ടെ. ഭക്തജനങ്ങളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഇനി ഒരു അറിയിപ്പ് ഉണ്ടായിരിക്കുന്നവരെ അറിയിപ്പ് ഉണ്ടായിരിക്കുന്നതല്ല, ഒന്നൊരു അറിയിപ്പ്. അമ്മേ ശരണം ദേവി ശരണം. അടിപൊളി. ഓ, എന്തോരം ലൈറ്റാ ചേട്ടാ ഈ പ്രാവശ്യം ഉത്സവത്തിന്. ചേട്ടാ 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 എന്താ അങ്ങോട്ട് തിരിഞ്ഞു തിരിഞ്ഞു നോക്കി നടക്കുന്നത്? ഞാനൊരു തലതിരിഞ്ഞവനാടി. ഇപ്പോഴെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ചെക്ക് ഷർട്ടുകാരൻ നിന്റെ തൊളയിൽ ഇങ്ങനെ വന്ന് തോണ്ടിട്ട് പോയ ആ ചെക്ക് ഷർട്ടുകാരൻ ആരാന്ന്? എന്റെ ദൈവത്തിനാണ് എനിക്ക് അയാൾ അറിയാൻ പാടില്ല. സത്യം പറയടി. എന്റെ ചേട്ടാ അയാൾ എന്നെ തട്ടിയിട്ടില്ല. നിന്റെ ദേഹത്താൻ തട്ടിയില്ല, നീ അവനെ തട്ടിയൊന്നും എനിക്ക് അറിയണമല്ലോ. സത്യമായിട്ടും തട്ടിയിട്ടില്ല കേട്ടാ. നാണക്കേടല്ലേ നിങ്ങൾക്ക്? പിന്നെ എന്നെ സംശയമാണ്. സംശയമല്ല, പിന്നെ ഒരു കൺഫർമേഷൻ അതിന് വേണ്ടിയാണ്. ഇങ്ങോട്ട് വന്നേ. എന്റെ ദേഹത്ത് ആരും തട്ടിയിട്ടില്ല. തട്ടിയിട്ടില്ലയോ? എന്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടാണ്. നിങ്ങൾ എന്നെ ഇതിനു വേണ്ടിയിട്ടാണോ കൊണ്ടുവന്നത്? പിന്നെന്താ? നിങ്ങൾ എന്തിനാ ആ വളക്കടയിൽ പ്രശ്നം ഉണ്ടാക്കിയത്? ഈ ഉത്സവ പറമ്പിൽ ഭർത്താക്കന്മാർ ഭാര്യയെ കൊണ്ടുവരുന്നു, അവന് വളയ്ക്കാനാണോ? അതുകൊണ്ട് അവന് ചെക്കൽ തീർത്തൊന്നു കൊടുത്തത്. വളക്കാനാ? ആ മണ്ടക്കാശ്രമത്തിൽ അവിടെ ചോദിച്ചേക്കാം വളക്കടാന്ന്. ചേട്ടാ അത് വളക്കടാന്നല്ല, വളക്കട, വളയുടെ കട. എന്തായാലും എന്താ കൊടുത്തു. എന്തൊരു കഷ്ടമാണ്, ഇതൊന്നും കാണുന്നില്ലേ? ഓ അത് ശരി. സീരിയൽ ബൾബ് ഇടാൻ വന്നവനെ പോലും വെറുതെ വിടത്തില്ലല്ലേ? ഞാനിവിടെ തൂട് പോലെ നിൽക്കുമ്പോ നീ എന്തിനാടി അവനോട് പറയുന്നത്? ഇറങ്ങി വാഴോട്ടും. ചേട്ടാ അമ്പലപ്പുറം പതുക്കെ പറ. ഹലോ, ഹായ്, എന്തുവിടെ? ഞാൻ പിന്നെ ആരാടി അനാവശ്യമായി നിനക്ക് ഹായ് തന്നിട്ട് പോയത്? ചേട്ടാ അത് നമ്മുടെ വീട്ടില് പത്രം ഇടുന്ന കൊച്ചാ. പത്രം ഇടുന്ന കൊച്ചോ? എന്നിട്ട് ഞാൻ അവനെ കണ്ടിട്ടില്ലല്ലോ. ചേട്ടാ 10 മണിക്കല്ലേ എഴുന്നേക്കുന്നത്? അവൻ 6:30 പത്രം ഇട്ടിട്ട് വീട്ടിൽ പോകും. നാളെ 5 മണി തൊട്ട് എണീക്കണം. സത്യം പറയും, അവൻ നീയുമായിട്ട് എന്താ നിനക്ക് ബന്ധം? പത്രം എടുത്ത് ചേട്ടൻ വായിക്കും, അത് തന്നെ ബന്ധം. പത്രം കട്ട്. ഇനി പത്രവും വേണ്ട, പാലും വേണ്ട, ഒരു കുന്തവും വേണ്ട. എന്തൊരു കഷ്ടമാണ് ദൈവമേ. കഷ്ടമാണല്ലേ? ആ കഷ്ടമാ. അമ്പലത്തിൽ നിക്കണ്ട, പോവാ, അത് തന്നെ നല്ലത്. അമ്പലത്തിൽ നിന്ന് പോകാനോ? എടി അയ്യോ ദേ ജാനകി. കൂട്ടുകാരി വരുന്നുണ്ട്, മിണ്ടല്ലേ. ജാനകി എന്തോ എത്ര നാളായി കണ്ടിട്ട്. കഴിഞ്ഞ വർഷം ഉത്സവത്തിനല്ലേ? സുഖമാണോ ചേട്ടാ ഇത് ഞാൻ പറഞ്ഞു ജാനകി. ജാനു എപ്പോഴും പറയും ജാനകിയുടെ വിവരം. സത്യം പറഞ്ഞ ഇവളൊരു കമ്പനി അന്വേഷിച്ച് നടക്കുകയായിരുന്നു. ഞാനും എന്റെ കമ്പനിക്കാരനെ തപ്പി നടക്കാണ്. അല്ല ഞാനേ ഉദ്ദേശിച്ച കൂട്ട് ഞങ്ങള് ഭയങ്കര കമ്പനിയായിരുന്നു. അത് പിന്നെ ഹസ്ബൻഡ്. ഹായ് ചേട്ടാ സുഖല്ലേ? എന്താ അതിനെന്താ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നീ എന്താ കഴിഞ്ഞ പ്രാവശ്യത്തെ റീയൂണിയന് വരാത്തെ? അഭിലാഷ്, രാജേഷ്, സുമേഷ്, മഹേഷ് ഇവരെല്ലാരും നിന്നെ അന്വേഷിച്ചു. പിന്നെ ഭയങ്കര തിരക്കായിരുന്നു ചേട്ടന്. അല്ലേ ചേട്ടാ? തിരക്കായിരുന്നു. അയ്യോ അപ്പൊ ചേട്ടനാണോ വിടാത്തത്? കഷ്ടമായി പോയി ചേട്ടാ. ചേട്ടൻ എന്താ വിടാത്തത് റീയൂണിയന്? അവള് റീയൂണിയന് വരാത്തത് കൊണ്ട് എന്റെ കൂടെ ഇപ്പൊ നിൽക്കുന്നു. അല്ലെങ്കിൽ പഴയ ഏതെങ്കിലും ഒരുത്തന്റെ കൂടെ റീയൂണിയനായി അങ്ങ് പോയേനെ. എന്തോ ചേട്ടാ റീയൂണിയനിൽ നടക്കുന്നതൊക്കെ എനിക്കറിയാം. എന്താ പേരെന്ന് പറഞ്ഞേ? പറയത്തില്ല. അങ്ങനെ ഒരു പേരുണ്ടോ? അതുകൊണ്ടല്ല, ഞാനത് പറയത്തില്ല. ചേട്ടാ നിപുണൻ. നിപുണൻ പറയത്തില്ലെന്ന് പറഞ്ഞു. എന്ത് ചെയ്യുന്നു? എന്തോ ചെയ്യാനാ, വിധി അനുഭവിക്കുക. എടി അതെ, നാളെ രാമചന്ദ്രൻ വരുന്നുണ്ട്. സത്യം, നീ വരികയെ കാണാൻ. പിന്നെ ഉറപ്പായിട്ട് വരും. എടി പഴയതുപോലെ തന്നെ ഒരു മാറ്റവും ഇല്ല. ആണോ? ഓ സത്യം. എനിക്ക് എന്തായാലും അവനെ കാണണം. എല്ലാ വർഷവും വരുന്നതല്ലേ അവൻ? അപ്പൊ എല്ലാ വർഷവും ഈ ഉത്സവത്തിന് വരുന്നത് രാമേന്ദ്രനെ കാണാനാണ് നീ കെട്ടി എഴുന്നള്ളിച്ച് ഇവിടെ വന്ന് നിൽക്കുന്നത്. ചേട്ടാ എല്ലാ വർഷവും വരുന്ന ആനയാണ് രാമേന്ദ്രൻ. എത്ര പൈസ എന്റെ ദേഷ്യം വന്നു. മംഗലത്ത് കൊന്ന് രാമചന്ദ്രൻ എഴുന്നള്ളത്തിന് വരണ ആനയാണ്. എല്ലാ വർഷവും വരും. അങ്ങനെയാണ് ആനയുടെ കൂടെ പാപ്പാനും കാണും. നിന്റെ കണ്ണ് ആനയിലാണെങ്കിൽ എന്റെ കണ്ണ് പാപ്പാനിലായിരിക്കും. ഇതെന്താ ഇങ്ങനെയൊക്കെ വാച്ചിങ്ങിന്റെ ഭാഗമായിട്ടുള്ളതാണ്. എന്തുവാണ് നിന്റെ ചേട്ടൻ ഇങ്ങനെ? നീ ഇതെങ്ങനെ സഹിക്കണ്? കഷ്ടമാണ്. ഈ കല്യാണം കഴിഞ്ഞ കാലം തൊട്ട് തുടങ്ങിയ സംശയം. നേരെ ഒന്ന് വെളുത്തു കഴിഞ്ഞാ പത്രക്കാരൻ, പാൽക്കാരൻ, മീൻകാരൻ, അപ്പുറത്തുള്ള സജി, രമേശ്, സുമേഷ് ഇവരോടൊക്കെ ഒരു 10 മിനിറ്റ് സംസാരിച്ച അന്നത്തെ ദിവസം തീർന്നു. മൊത്തം സംശയമാ.
ഇവരുടെ എല്ലാവരുടെ അടുത്തും ഒരു 10 മിനിറ്റ് സംസാരിച്ചാ ചിലപ്പോ സംശയിച്ചെന്നിരിക്കും. അയ്യോ, അങ്ങനല്ലടി, അങ്ങനല്ല. അതെ, നിങ്ങളെന്തോ കൊടുക്കുന്ന രഹസ്യം പറയുന്നത്? പഴയ ആളുടെ രഹസ്യമാണെങ്കിൽ അത് എന്നെ കൊണ്ടൊന്ന് പറയണേ അവിടെ കേസ്. അയ്യോ, അങ്ങനെ ഒന്നുമല്ല ചേട്ടാ. ഇപ്പൊ കണ്ട സ്ഥിതിക്ക് നമുക്ക് എന്നാ ഒരു സെൽഫി എടുത്താലോ? എടുക്ക സെൽഫി എടുക്കാം. അതിന്റെ ആവശ്യമില്ല, എടുക്ക്. അതിന്റെ ആവശ്യമില്ല. നേരെ നിൽക്കുന്നത് നമ്മൾ കണ്ട് വാ ചേട്ടാ, ഒരു സെൽഫി എടുക്കാം. എനിക്ക് ഇതൊന്നും ഇഷ്ടമല്ലടോ, ഇങ്ങനത്തെ ഇപ്പോഴത്തെ ഈ ചേഷ്ടകളൊന്നും എനിക്ക് ഇഷ്ടമല്ല. റിലാക്സ്. നീ വീണ ഒരു ഫോട്ടോ. എന്താ സെൽഫി എടുക്കണോ അതോ നീ ബലാത്സംഗത്തിന് ശ്രമമാണോ? പിടിച്ചില്ലാണല്ലോ, ഞാൻ കണ്ടതാണല്ലോ. എന്തൊക്കെയാണ് ഈ പറയുന്നത്? എനിക്കറിയില്ല, സത്യമായിട്ട് ചേട്ടാ പിടിച്ചില്ല ചേട്ടാ. കച്ചുകെട്ടി ഇറങ്ങിയൊക്കെയാണോ കണ്ടവരെ കെട്ടിപ്പിടി? ഞങ്ങൾ ആരും കച്ചുകെട്ടില്ല. ആരെങ്കിലും ഇങ്ങനെ സംസാരിച്ചു നേരത്തെ നിങ്ങൾ സംശയിക്കരുത്. നിനക്കത് രസമായിരിക്കും, എനിക്കത് അത്ര ചോദിക്കുന്നില്ല. അയ്യയ്യയ്യേ, അവൻ എന്റെ പെണ്ണുമ്പിളെ കയറി പിടിച്ചിട്ട് അവൻ അയ്യയ്യെന്ന് വെക്കുന്നു. അത് ഞാനല്ലോ വെക്കണ്ടോ? ഒറ്റ കീറിയാ കിട്ടുന്നല്ലോ. കയ്യൂക്കിന്റെ ബലത്തിലാണ് സംസാരിക്കുന്നതെങ്കിൽ എനിക്കൊരാളോടൊന്ന് ചോദിക്കണം. ആരോട് ചോദിക്കണം? പറയടി, ആരാടി ഇവൻ? സത്യം പറയടി, പൊട്ട ആരെങ്കിലും പെണ്ണുങ്ങളെ അടിക്കൂ? ഇപ്പൊ അങ്ങനെ കുഴപ്പമില്ല, ഞാൻ ആണുങ്ങളെ തള്ളിപ്പോ പ്രശ്നം വരണ്ട, വരാതിരിക്കുന്നതാണ് നല്ലത്. ഈ ഉത്സവം ശാന്തമായിട്ടൊന്നും നടന്നോട്ടെ. ആന വരണ്ട. ആന വരണ്ടെന്നല്ല, പിന്നെ ആന ആന വരണ്ടെങ്കിൽ ഞാനൊന്നും വേണ്ട. ഹലോ ഭക്തജനങ്ങളെ, ആന വരണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ സുരക്ഷ നിങ്ങൾ ചേർന്നേറ്റെടുക്കുക, അല്ലെങ്കിൽ വിഷയം ഉണ്ടാകും. അയ്യോ, ഓടിവാടി. അയ്യോ, കറങ്ങി തിരിഞ്ഞ് ഇവിടെ തന്നെ വന്നല്ലോ. ആന പോയാ? ആരായിട്ടാ ഇത്? നീ അല്ലേ അത്? അതാരാണ്? അപ്പൊ ഈ ആരാ? സത്യം പറഞ്ഞ ഇവളെ കാണാൻ വേണ്ടിട്ടല്ലേ നിങ്ങള് 10 ദിവസം നിങ്ങൾ എന്നെ കെട്ടിയൊരുക്കി ഇങ്ങോട്ട് കൊണ്ടുവന്നത്? അല്ല, ഞാൻ പറയുന്നു വിശ്വസിക്കാൻ, എന്നെ സംശയിക്കരുത്. ഞാൻ സംശയിക്കും. ഞാൻ പറയുന്നത്, ആന വരണ്ടപ്പോൾ ഒരു കൈ കിട്ടി, അതും പിടിച്ചോണ്ട് നീ ഓടി. നീയാണെന്ന് വിചാരിച്ചു. ഒരു കൈ കിട്ടിയപ്പോ നിങ്ങൾ പിടിക്കുമല്ലേ? നിന്റെ ബ്ലൗസ് അതേപോലത്തെ ഡ്രസ്സൊക്കെ ആയതുകൊണ്ട് ഒന്നുമല്ല. നിങ്ങൾ എന്നെ വർഷങ്ങളായിട്ട് ചതിച്ചോണ്ടിരിക്കുക. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ വഴി, എനിക്ക് എന്റെ വഴി. ഇനി നിങ്ങൾ ഞാനോട് യാതൊരു ബന്ധവുമില്ല. ഞാൻ കാല് പിടിക്കാം, പ്ലീസ്. എന്നെ അവിശ്വസിക്കരുത്, സംശയിക്കരുത്, പ്ലീസ്. കാല് പിടിക്കാം. കാല് പിടിച്ചാ? കുനിയാൻ വയ്യാത്തോണ്ടാ ഇങ്ങനെ അതെ, നിങ്ങളും ആ പെങ്കൊച്ചുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലെന്ന് എനിക്കറിയാം. ആണാ? ഇങ്ങനെ പല പ്രാവശ്യം നിങ്ങൾ ആണുങ്ങളെ കൂട്ടിയിട്ട് എന്നെ സംശയിക്കുമ്പോ എത്ര പ്രാവശ്യം ഞാൻ നിങ്ങളുടെ കാലെ കെട്ടി വീണിട്ടുണ്ട്. എന്റെ പൊന്നിയേട്ടാ, എന്നെ സംശയിക്കല്ലേ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ നിങ്ങൾ എന്താ ചെയ്തത്? നീ അങ്ങനെ ചെയ്തില്ല എന്ന് പറഞ്ഞില്ലേ? ശരിയാണ്, സോറി. അതിന്റെ ബുദ്ധിമുട്ട് എനിക്ക് മനസ്സിലായല്ലോ. ഇനി അങ്ങനെ സംഭവമേ ഉണ്ടാവില്ല. ഉറപ്പാണല്ലോ? ഉറപ്പാണ്. എന്നാ വാ, വീട്ടിൽ പോ. അതെ ചേട്ടാ, ഒന്നിങ്ങോട്ട് വന്നേ. ഞാനോ? ആ, എന്തിന്? ചേട്ടൻ ഇങ്ങോട്ട് വന്നൊരു കാര്യമുണ്ടെന്ന്. കൊച്ച ക്ലൈമാക്സ് കഴിഞ്ഞ പൊയ്ക്കോ. ആ, നിങ്ങളുടെ ക്ലൈമാക്സ് കഴിഞ്ഞായിരിക്കും, പക്ഷെ എന്റെ തുടങ്ങുന്നുള്ളൂ. ചേട്ടനെ ആന വരണ്ടപ്പോ എന്റെ കയ്യും പിടിച്ച് ഓടിയില്ലേ? എന്റെ കെട്ടിയോൻ അത് കണ്ടിട്ട് പറയാ, ഇത് നിന്റെ കള്ള കമ്മൂനല്ലേടി, ഇനി നീ അവന്റെ കൂടെ പോയി പുറത്തോളാൻ. ചേട്ടൻ വന്ന് കാര്യം പറഞ്ഞേ. അവൻ അങ്ങനെ പറഞ്ഞു? ആ, പറഞ്ഞേ. അവിടെ ഭർത്താവ് അങ്ങനെ പറഞ്ഞെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിന്റെ ഭർത്താവിന് നിന്നെ ഭയങ്കര സംശയമാണോ? ഭയങ്കര സംശയം. എന്ത് ചെയ്യാനാണ്? ഇങ്ങനെ ചില നാറികൾ ഉണ്ടായാൽ എന്ത് ചെയ്യുമല്ലേ നമ്മൾ? ഇങ്ങനെയുള്ളവന്മാരുണ്ടായാലേ എന്ത് ചെയ്യുമെന്നാ ഞങ്ങൾ ഇപ്പൊ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. പൊയ്ക്കോ, കഴിഞ്ഞു. എന്തെങ്കിലും പറഞ്ഞു ഓക്കെ ആക്ക്, ചെല്ല്. കേട്ടാ, ഇതാണ് നല്ല ക്ലൈമാക്സ്. ഇവിടെ നിർത്തുന്നതാണ് നല്ലത്. നീ അടുത്ത ഉത്സവത്തിന് കാണാം. കുട്ടേട്ടാ, പുട്ടേട്ടാ,
ചേട്ടാ മുട്ടയിട്ടാന്നാ ഞാനെന്താടി കോഴിയാ? മുട്ടയിട്ടാന്നല്ല കുട്ടിയിട്ടാ പുട്ടിയേട്ടാന്ന്. എന്റെ ദൈവമേ, ഇന്നും പുട്ടാണ്. എന്താണ് പുട്ടിന്? ഇടി നിനക്കൊക്കെ ആരെങ്കിലും പുട്ടിൽ കൈവശം നന്നാക്കിയാണ്? കൈവശം കിട്ടിയ എനിക്കല്ല, നിങ്ങളുടെ അമ്മക്കാണ്. സാധാരണ പുട്ടും കൂട്ടി തിന്നണ പഴത്തിനാണ് വളവ്. ഇത് പഴം നടുവ് നിർത്തിയിരിക്കുകയാണ്. ഈ പുട്ട് നോക്കിയാ വളഞ്ഞിരിക്കുകയാണല്ലോ. ഇത്രയും കാലം ഞാൻ നേരെ ചൊവ്വേ ഫുഡ് ഉണ്ടാക്കണില്ലെന്നായിരുന്നു. ഇപ്പൊ ഞാൻ പുട്ടിനെ നേരെ ആക്കണം പോലും. നിങ്ങൾ ഞാൻ കാണിച്ചു തരാം മനുഷ്യ. ഇവിടെ എന്തിനുള്ള പുറപ്പാടാണ്? എന്തൊക്കെ കാണണം. ഷോ, കിടക്കണ കിടപ്പ് കണ്ട രാപ്പനി പിടിച്ച ആൾക്കാർ മൂടിപ്പോച്ച് കിടക്കണ പോലെ കിടക്കണം. ഇത് കണ്ട, എന്താടി ഇത്? കണ്ടൊഴുകാൻ പോണ ട്രാക്ടറാ? ഇതാണ് ഈ വീട്ടിലെ പുട്ടുകുറ്റി. ഞാൻ വിചാരിച്ചു പോക്കോളാണെന്ന്. ഇതിനകത്ത് ഞാൻ എങ്ങനെ നേരെ ചൊവ്വേ പുട്ടുണ്ടാക്കാനാ? ഇതിനകത്ത് പൊടി നിറച്ച് ഞാൻ വളഞ്ഞു. അപ്പൊ ചുരുക്കി പറഞ്ഞാ പുട്ടുകാണ വരെ നിന്നെ വളച്ചു തുടങ്ങി. അല്ല, ഞാൻ ഇത് പറഞ്ഞാണ്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും കൊള്ളാം, ഇന്ന് ഈ പുട്ടുകൂടവും പുട്ടുകുറ്റിയും ഇവിടുന്ന് ഒഴിവാക്കിക്കൊള്ളണം. അയ്യോ, എന്റെ പുട്ടുകൂടം കാണണില്ലല്ലോ. അയ്യോ, എന്റെ ദൈവമേ, എന്റെ പുട്ടുകൂടം കണ്ടാ? എടാ, എന്റെ പുട്ടുകൂടം കണ്ടാന്ന്? അയ്യോ, കുഞ്ഞുനാളിന്റെ ഉത്സവപ്പറമ്പിൽ തന്നെ കാണാതെ പോയപ്പോ ഇത്രയും വിഷമം ഉണ്ടായിരുന്നില്ലല്ലോ. അന്നേ നിന്റെ അച്ഛനുണ്ടായിരുന്നു എന്റെ കൂടെ. നീ പോയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ വേറൊണ്ണത്തിന് സ്കോപ്പ് ഉണ്ടായിരുന്നു. നിന്റെ അച്ഛന്റെ സ്ഥാനത്താ ഞാനതിന് കാണുന്നത്, അറിയാമോ? എന്ത് കാര്യത്തിന്? നിന്റെ അച്ഛൻ എനിക്ക് ആദ്യമായിട്ട് മേടിച്ചെന്ന സമ്മാനോടാ അത്. അല്ല, ഇരിക്കണ പുട്ടുകൂട. അയ്യോ, ഇവിടെ ഇരിക്കണം. എന്റെ ദൈവമേ, ഇച്ചിരി നേരം കാണാതെ പിന്നെ നെഞ്ചങ്ങ് കത്തിപ്പോയി കേട്ടോ. അയ്യോ, നെഞ്ചു പൊള്ളിപ്പോയി. ഇതിപ്പോ കാണാതിരുന്നപ്പോഴല്ല, കണ്ടപ്പോഴും പൊള്ളിപ്പോയല്ലോ. തിളച്ച വെള്ളോടെ അതിനകത്തിരിക്കണം. ആരും കൊണ്ടെന്ന് വെച്ചാലും ഞാൻ വേണ്ടില്ല. ഞാൻ ഒരു കാര്യം പറയാം. ഇന്ന് മുതൽ ഇവിടെ പുട്ടെന്നുള്ള സാധനം ഉണ്ടാക്കാൻ പാടില്ല. വെറുത്തുപോയി. നീ എന്ത് വർത്താനോടായി പറയണത്? പുട്ടെന്ന് പറയണതേ കേരളത്തിന്റെ ദേശീയ ഭക്ഷണമാണ്. പുട്ടിന്റെ കൂടെ നമുക്ക് എന്തൊക്കെ വിളമ്പാന്നറിയാമോ? പുട്ടെന്താലും, പുട്ടും പയറും, പുട്ടും പപ്പടും, പുട്ടും കടലും, പുട്ടും മീനും, പുട്ടും ബീഫും, പുട്ടും പൊട്ടി, പുട്ടും മുട്ട. നിർത്തിക്ക, സ്റ്റേഷനെത്തി. സാധനം വിളമ്പാൻ പറ്റുന്ന പുട്ടിനെ നീ കുറ്റം പറയണ? നിനക്കാണ് പുട്ടിനെ ഇഷ്ടമില്ലാത്തത്. നിന്റെ അച്ഛന് പുട്ടെന്ന് പറഞ്ഞ ജീവനായിരുന്നു. ഞാൻ ആ ചൂട് പുട്ട് അച്ഛന്റെ പാത്രത്തിലേക്ക് ഇങ്ങോട്ട് കുത്തിയിട്ട് കൊടുക്കുമ്പോ ആ പുട്ടിലേക്ക് നോക്കിട്ട് അച്ഛന്റെ ഒരു പാട്ടുണ്ട്. ചില്ല് വെച്ച കുറ്റിയിൽ നിന്നാവി വരും നേരം പിന്നിൽ നിന്നു കുത്തിയിടും പുട്ടിനെന്തു ചന്തം. ചില്ലിന്റെ ലമാരയ്ക്കുള്ളിൽ നിരന്നിരിക്കണ കണ്ടാൽ കടലക്കറി കൂട്ടി നിന്നെ കുഴച്ചടിക്കാൻ തോന്നും. അങ്ങനെ ഞാൻ വിളമ്പിക്കൊടുക്കുന്ന ആ കടലക്കറി ചൂട് പുട്ടും കൂടെ കുഴച്ചടിച്ചിട്ടാണ് ആ നാറി നിന്നെ എന്നെ ഇട്ടിട്ട് ആ ലീലയുടെ പുറകെ പോയത്. അന്ന് തുടങ്ങിയ വൈരാഗ്യമാണ് എനിക്ക്. ആ പുട്ടോടെ ഉണ്ടല്ലോ, അടുപ്പത്തോട്ട് വെച്ചിട്ട് തീ കൊളുത്തുമ്പോ ഉണ്ടല്ലോ, അങ്ങനെ മൂട്ടിയിട്ട് തീ കൊളുത്തണ ഒരു സാറ്റിസ്ഫാക്ഷൻ ആണ് എനിക്ക്. അതെ, ഈ വീട്ടിലെ നിന്റെ അച്ഛന്റെ സമ്പാദ്യമായിട്ട് ആകെ രണ്ടേ സാധനമേ ഉള്ളൂ. ഒന്ന് നീയും, ഒന്ന് ഈ പുട്ടുകുറ്റിയും. ഇതിലേതിന്റെ മുട്ടിയിട്ട് തീ കൊളുത്തണമെന്ന് നീ തീരുമാനിക്കും. പിന്നെ പുട്ടുകുറ്റി ഇവിടെ ഇരുന്നോട്ടെ. നിനക്കൊക്കെ പുട്ട് തിന്നാൻ തന്നെയാണ് യോഗം. അമ്മക്ക് പിന്നെ അച്ഛൻ ഒരു പുട്ടൂറ്റിയെങ്കിലും മേടിച്ചു കൊടുത്തു. നിങ്ങൾ എനിക്കൊരു കറച്ചട്ടെങ്കിലും മേടിച്ചു തരുമോ? എന്നിട്ട് വേണം നിനക്ക് എന്റെ മൂട്ടി തീ കൊടുത്തിട്ട് ആ കരിവാരി തീ എന്റെ മുഖത്ത് കേൾക്കാനല്ലേ? പഴയ പാത്രങ്ങൾ, സ്റ്റീൽ പാത്രങ്ങൾ, പഴയ കുപ്പി, പ്ലാസ്റ്റിക് കൊടുക്കാനുണ്ടോ ചേട്ടാ? അതെ, ഇവിടെ ഭാഷ എന്നാണ് പേര്? இல்ல சார், இங்க வந்ததுக்கு அப்புறம் பாஷை பயங்கர ப்ராப்ளம். நான் சொல்ல உங்களுக்கும் புரியல, நீங்கள் പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. அதனால ഭാഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് ഭാഷ. പറഞ്ഞ പോലെ തന്നെ പറഞ്ഞാൽ മതി. പഴയ സാധനങ്ങൾ കൊടുക്കാനുണ്ടോ ചേട്ടാ? ഏത് വേണമെങ്കിലും എടുക്കും. പഴയതെന്ന് പറയാനില്ല, ഇത്തിരി പുതിയതാണ്. ഒരു പുട്ടോടും ഉണ്ട്, അത് വേണമെങ്കിൽ എടുത്തോ. ഇതാ പുതുസ്. ഇത് എപ്പടി വളച്ചത്? അത് ഞാൻ വളച്ചതാണ്. നീ വേണമെങ്കിൽ അത് കൊണ്ടോക്കോ. ഓക്കെ ചേട്ടാ, ഇതൊക്കെ എണ്ണ വേണം உங்களுக்கு? പൈസ ഒന്നും വേണ്ട, നീ കൊണ്ടോക്കോ. அது முடியாது சார். காசு கொடுக்காம இது வாங்க மாட்டேன். கச்சவடம்னா சத்தியம், நீதி, தர்மம், நேர்மை. അത്രയൊക്കെ ഉണ്ടാ? എന്നാ നീ ഒരു വില പറ. இதுக்கு வந்து ஒரு 15 ரூபாய் கொடுப்பேன். 15 രൂപ എന്റെ പട്ടി തരുമോ? இது காசு வேண்டாம்னு முதல்ல சொல்லிட்டு അപ്പൊ നീയല്ലേ പൈസ തരാന്ന് പറഞ്ഞത്? തരുമ്പോ ഇത്തിരി വിലക്ക് താടാ. 30 ரூபாய். 30 രൂപ കൊടുക്കങ്ങോട്ട്. 30க்கு 30. ஓகே, 30க்கு டீல் ஃபிக்ஸ் பண்ணிட்டேன். ഓക്കെ എടുത്തു. சார் இது புடி. இது வந்து 200 rupees சேஞ்ச் இல்ல, 170 ബാക്കി കൊടുங்க. 170 രൂപ എടുത്തു കൊടുത്തേ. വല്ലതും തന്നേപ്പിച്ചിട്ടുണ്ടാ?
പിന്നെ ഈ 200 രൂപക്ക് ഞാനിതിപ്പോ എവിടെ നിന്ന് ചെയ്യും? ഞാനെവിടെ നിന്ന് തരാം. അല്ല നീയായിരുന്നാ? നീയായിരുന്നു അന്ന്. എടാ നീ എനിക്കൊരു 500 രൂപ തരാനില്ലേ? അതിൽ 200 രൂപ ഞാൻ എടുത്ത് ബാക്കി 300 നീ എപ്പ തരും? ഇത് എന്റെ പൈസ അല്ല, ഞാൻ അവന്റെ മേടിച്ചാണെന്ന്. എന്റെ ദൈവമേ, ഈ പാവം പിടിച്ച ആക്രിക്കാരനെ എന്ന് വരെ നീ കടം മേടിക്കാൻ തുടങ്ങിയ? കടം മേടിച്ചതല്ല, ആ കുടം കൊടുത്തപ്പോ കിട്ടിയ പൈസ അത്. എന്തായാലും എനിക്ക് എന്റെ കാശ് കിട്ടണം. പിന്നെ 170 രൂപ കൊടുക്കണമല്ലോ. ഞാനിപ്പോ 170 கூட எனக்கு நிறைய வேலை இருக்கு. പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഞാൻ ബാങ്കിൽ കണക്കെഴുതാൻ പെറുക്കി കൊടുത്താ പോരെ ബാക്കിയുള്ള പൈസക്ക്. അണ്ണേ ഇങ്ങ 170 രൂപ തരണ്ടമാ. അതിന് പകരം കുറച്ച് ആക്ക് സാധനങ്ങൾ തരട്ടുമാ. കൊണ്ടാട്ടി പാങ്കടി പെറുക്കടി പെറുക്ക്. வணக்கம். வீட்டுல ஏதாவது பழைய சாதனங்கள் இருக்கா? பழையதெல்லாம் எடுக்கு சார். പഴയതെടുക്കുവാ? பழையதெல்லாம் எடுக்கும். എന്നാ ദേ പിടിച്ചോ. താനാരാന്ന് തനിക്കറിയാൻ പാടില്ലെങ്കിൽ താൻ എന്നോട് ചോദിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു താനാരാന്ന് ഞാനാരാ. என்ன சார் இது? പിന്നെ പഴയതെടുക്കൂന്ന് പറഞ്ഞു. இதா பழசு. പുതിയതാണോ? എനിക്ക് ഇതിലും പഴയതുണ്ട്. താമരശ്ശേരി ചുരം. എന്റെ കുടുംബത്തിട്ട് കാർത്തിച്ചു തുപ്പുന്നോടാ നാറി. இந்த புட்டோட தமிழ்நாட்டுல கொடுத்து நான் கோடிகளை சம்பாதிச்சேன். അമ്മ ഞാൻ കട്ടെടുത്തതല്ലേ, കാശ് കൊടുത്ത് മേടിച്ചത്. ആ ചേട്ടൻ്റെ കയ്യിൽ കാശുണ്ട്. എന്റെ കുടുംബത്തെ സാധനം വെക്കാൻ നിന്നോടാരാണ് പറഞ്ഞത്? ഞാൻ നിങ്ങളുടെ പുന്നാര മോൻ തന്നെ വിറ്റത്. നിന്റെ അച്ഛനെ വെക്കാൻ നോക്കുന്നടാ നീ. അച്ഛനെ ഞാൻ വിറ്റാലും ഇപ്പൊ അച്ഛൻ നമ്മുടെ കയ്യിൽ തന്നെ വന്നില്ലേ? സാമദ്രോഹി. ഇത് പിടിച്ചേ, 170 രൂപക്ക് ഇതങ്ങടെ വട്ടൊത്തിച്ചേ. ഇത് എന്റെ മുറ്റത്ത് കിടന്ന പാത്രമല്ല, ഇത് എന്റെ പാത്രമാണല്ലോ. ഇത് ഞങ്ങള് പെറുക്കി പെറുക്കി വന്നപ്പോ അതിര് കടന്നു പോയി. അതിന്റെ ഇടയ്ക്കൊരു മതിലുണ്ടായിരുന്നല്ല. അത് ഞാനിത് ഇത് എന്റെ പാത്രം. ഇതൊന്നും എടുക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. എന്റെ പ്രോപ്പർട്ടി ആയത്. சார் 170 ரூபா கொடு சார், எனக்கு நிறைய வேலை இருக்கு சார். അതാ പിന്നെ ഇതെടുത്തോ. അച്ഛന്റെ കേസ് പറഞ്ഞിട്ടാ ലീലയുടെ കയ്യിൽ നിന്ന് ഞാൻ മേടിച്ചെന്നറിയാമോ? അപ്പൊ അച്ഛനോട് സ്നേഹമുണ്ട്. അയ്യോ, സ്നേഹം കൊണ്ടൊന്നുമല്ല. ഇത് അവളുടെ കയ്യിലിരുന്നാലേ ഏതെങ്കിലും പുണ്യം നദി കൊണ്ട് ഒഴുക്കും. നിന്റെ അച്ഛന് അത്രക്ക് പുണ്യം വേണ്ട. ഇവിടെ കിടന്ന് നരകിക്കണം. ഇതെന്നും മൂടി തുറന്നിട്ട് 2 സ്പൂൺ പഞ്ചസാര ഞാൻ അതിനകത്ത് ഇട്ട് വെക്കും. അതെന്ത് കാര്യത്തിന്? ഉറുമ്പരിച്ചിട്ട് ചൊറിഞ്ഞ് ചൊറിഞ്ഞ് നരകിക്കണം ഇവിടെ കിടന്ന്. സാറേ അമ്മ വന്ന് സൈക്കോവാ? അയ്യോ, അവൻ ചോദിച്ച കേട്ടില്ല ഞാൻ സൈക്കോയാണെന്ന്. അമ്മ സൈക്കോ അല്ലേ? അമ്മനെ ഞങ്ങളെല്ലാവരും സഹിക്കല്ലേ? എനിക്ക് പോണം സാർ. എന്താണ് ഈ പറയണത്? അവന്റെ ഞാൻ കുറച്ച് പൈസ മേടിച്ചിട്ടുണ്ട്, അത് കൊടുക്കണം. ദൈവമേ, തമിഴ്നാട്ടിൽ നീ കടം വരുത്തി വെച്ചാ? കടം വരുത്തി വെച്ചതല്ല, ഞാനിപ്പോ അമ്മയുടെ അച്ഛനെ കൊടുത്തില്ലേ, അപ്പൊ അത് ഞാൻ രക്ഷിച്ച് അമ്മക്ക് തന്നില്ലേ. അപ്പൊ ഇനി അമ്മ എന്റെ ഒന്ന് രക്ഷിക്കുക. അവര് കുറച്ച് പൈസ കൊടുക്കാറുണ്ട്, എന്തെങ്കിലും എടുത്തു കൊടുക്കാൻ നോക്ക്. അതിനിവിടെ ഒരു ഓട്ടുപാത്രം ഇരിപ്പുണ്ട്, അത് ഞാൻ കൊണ്ടുതരാം. ഓട്ടുപാത്രോ? അപ്പൊ 170 നിൽക്കൂല. ഈ വീട്ടിൽ എവിടെയാണ് ഓട്ടുപാത്രം? ഇവിടെ നിന്നെങ്കിലും എടുത്തോണ്ട് വരട്ടെ. പാത്രം എടുത്തിട്ട് കാശ് എന്റെ തന്നാ മതി കേട്ടാ. എന്ത് കാര്യത്തിന്? നിന്റെ തന്നാ എനിക്ക് കിട്ടാൻ താമസിക്കും. ഇതെന്നത് ഇന്നാ ഓട്ടുപാത്രം എന്ന് പറഞ്ഞിട്ട് ഇത് മരപ്പറ്റിയാണല്ലോ. എടാ, ഇതാണ് ഞങ്ങളൊക്കെ പണ്ട് ഓട്ടിയെത്തിരുന്ന പാത്രം, ഓട്ടുപാത്രം. എന്റെ ദൈവമേ, ഇത് ബാലറ്റ് വെട്ടിയല്ലേ? ആ 97 ഇലക്ഷനെ ഇവന്റെ അച്ഛൻ ഇലക്ഷൻ വർക്കിന് പോയപ്പോ കൊണ്ടുതന്നതാ. 97 ഇവിടെ നടന്ന ഇലക്ഷന് മോഷണം പോയ ബാലറ്റ് വെട്ടിയാണിത്. ഇതിന്റെ പേരിൽ എന്തെല്ലാം പ്രശ്നമാണെന്ന് നടന്നത്. റീ ഇലക്ഷൻ നടത്തേണ്ടി വന്ന് സർക്കാരിന് എത്ര കോടി രൂപയാണ് നഷ്ടം. ഇതിനൊരു തുമ്പ് കാണിച്ചു കൊടുത്തണ്ടല്ല, ഇപ്പോഴും കിട്ടും 10 ലക്ഷം രൂപ. എന്റെ അമ്മേ, ഈ എന്തൊക്കെയാണ് ഈ കാണിച്ചു വെച്ചേക്കണേ? എല്ലാ നൂലാമാല എടുത്ത് തലയിൽ കയറ്റി വെച്ചാക്കാണ്. അമ്മ ഞങ്ങള് കൊലക്ക് കൊടുക്കും. അമ്മേ, ഞാനല്ല ഇവന്റെ അച്ഛനാണ്. പച്ചന് സൈക്കോ ഇരുന്നാ അമ്മേനെ ഞാൻ നോക്കില്ല. എന്നാ സാർ ഇത്? ഇത് വയസ്സായ ആളല്ലേ, അങ്ങനെ വഴക്ക് പറയുന്നത് അവർക്ക് വിഷമാവല്ലേ? പറയട്ടെ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ അമ്മ എനിക്ക് താ സാർ. എനിക്ക് അമ്മയില്ല സാർ, ഞാൻ തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോയി വളർത്തിക്കോളാം. ഈ പറയണത് എന്നാ സാർ? എന്റെ അമ്മയുടെ ഞങ്ങൾ അമ്മയും മക്കളും പലതും പറയും എന്ന് പറഞ്ഞിട്ട് എന്റെ അമ്മ ഇരിക്കാൻ പറ്റുമല്ലോ എന്ന് വിചാരിച്ചാ. പൈസ ഇത്ര ചോദിപ്പിക്കില്ല, പൈസ പോടാ. ഞാൻ വരൂല്ലോ. അല്ല പിന്നെ കേട്ടാമ്മ അവൻ പറഞ്ഞത് അമ്മനെ അവന് വിട്ടുകൊടുക്കാൻ. ഞാൻ പേടിച്ചു പോയടാ. അമ്മ മേടിക്കുന്നതിനാണ്, ഞാൻ അങ്ങനെ ചെയ്യൂല. രമേശ, പോലീസിനെ വിളിക്കടാ. എന്തിനാണ് പോലീസിനെ വിളിക്കണത്? എടാ 10 ലക്ഷം രൂപ മുതലാണ് ഈ നിൽക്കണത്.
പ്രിയ സുഹൃത്തുക്കളെ, ഇനി വേനൽക്കാലമാണ് വരാൻ പോകുന്നത്. അതെ. അപ്പൊ ഇങ്ങനത്തെ ഒരു സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് പെട്ടെന്ന് വെള്ളം ദാഹിച്ചു, എന്നാൽ നിങ്ങൾ ഒരു കടയിലേക്ക് എത്തുമ്പോൾ അവിടെ കടക്കാരനില്ല, പക്ഷെ ഇങ്ങനത്തെ സാമഗ്രികൾ ഉണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു. അപ്പൊ നമുക്ക് അത്യാവശ്യം ഒരു ഫസ്റ്റ് എയ്ഡ് എന്നുള്ള രീതിയിൽ ഒരു സർബത്ത് കുടിക്കുക. അല്ലേ വെള്ളം കുടിക്കുന്നത്? അപ്പൊ വെള്ളം ഇത് പഠിച്ചു വെച്ചിരുന്ന വേറുണ്ട്. നമ്മള് ഇതാണ് ഒരു സൈഡ് സർബത്ത് കടയാണ് ഞങ്ങൾ ഇവിടെ ആരംഭിക്കാൻ പോകുന്നത്. കോമഡി മാസ്റ്റേഴ്സ് പാട്ട് കുലുക്കി. അതായത് പാട്ട് വരും, ആ പാട്ടിനനുസരിച്ച് വേണം നിങ്ങൾ കുലുക്കാൻ. അപ്പൊ ഇവിടെ ഇൻഗ്രീഡിയൻസ് ആയിട്ട് നമുക്ക് പച്ചമുളക് ഉണ്ട്, ഷുഗർ ഉണ്ട്, സോൾട്ട് ഉണ്ട്, ലെമൺ ഉണ്ട്, കസ്കസ് ഉണ്ട്, വെള്ളമുണ്ട്, സോഡ ഉണ്ട്. ഞാൻ ചെയ്യട്ടെ. അന്ന പ്രമാണി പോവുകയാണ്. എന്താണ് പ്രമാണി വേണ്ട ഐറ്റംസ് ഒക്കെ ഒന്ന് പറഞ്ഞു തരും ആദ്യം. എടുത്ത് സോഡ രണ്ടായിട്ട് കത്തി. അല്ല, എന്ത് സർബത്താ ഉണ്ടാക്കുന്നത്? അയ്യോ, എനിക്ക് വായില് വെള്ളം വരുന്നേ. അച്ചാവാല സർബത്ത്. ആ നഖ ഒരു സോഡയിൽ चले न चले छोड़ना जावी डोला छोड़ना जावी डोला छोड़ना जावी छोड़ना जावी डोला സോഡ ഉണ്ടോ അതില്? എന്താ ചേച്ചി അവരെ പരീക്ഷിക്കണം? അവ എലിയാ. എന്ത് വിശ്വാസത്തിന് പുറത്തെങ്കിലും കുടിച്ചേ? രണ്ടെണ്ണീന് പരീക്ഷിക്കാം. എലിയിലും പന്നിയിലും അങ്ങനെയല്ല. അയ്യോ, അടിപൊളി സത്യം. അപ്പൊ ഇങ്ങനെ നാരങ്ങ വെള്ളം ഉണ്ടാക്കാന്ന് ചേച്ചി തെളിയിച്ചിരിക്കുകയാണ്. ചേച്ചി ഒരു പ്രാവശ്യമെങ്കിലും ഇത് വത്സൻ ചേട്ടൻ ഉണ്ടാക്കി കൊടുക്കണം. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, ആ ഒരു സർബത്തെല്ലാം താഴെ പോയി, അതാണ് പറ്റിപ്പോയത്. മനസ്സിലായില്ലേ? നമുക്ക് കിട്ടിയ സർബത്തല്ല, പക്ഷെ നിലക്കിടില്ലായിരുന്നു. എങ്ങനെയാണെന്നറിയോ? ചില പടങ്ങളുടെ സ്ക്രിപ്റ്റ് കൊള്ളത്തില്ല, പക്ഷെ ആർട്ടിസ്റ്റിന്റെ പെർഫോമൻസ് കൊണ്ട് പടം ഹിറ്റ് ആവും. കണ്ടിട്ടുണ്ടോ? അപ്പൊ നീ സർവത്ത് കൊള്ളൂല, ചേച്ചി ഡാൻസ് കളിച്ചപ്പോ കൊള്ളാം. പ്രിയ സുഹൃത്തുക്കളെ, അടുത്ത സിനിമയിൽ അഭിനയിക്കാൻ നമ്മുടെ ശ്രീവിദ്യ വന്നിരിക്കുകയാണ്. ഇതിൽ സ്ക്രിപ്റ്റ് ആണോ, ഡാൻസ് ആണോ, മ്യൂസിക് ആണോ, അത് അഭിനയമാണോ നല്ലതെന്നുള്ളത് നമുക്ക് നോക്കാം. ചില പടങ്ങളെ സ്ക്രിപ്റ്റും കൊള്ളത്തില്ല, പാട്ടും കൊള്ളത്തില്ല, മ്യൂസിക്കും കൊള്ളത്തില്ല. നാരങ്ങ ഇങ്ങനെയല്ല മുറിക്കുന്നേ. പാട്ട് റെഡിയാക്കിക്കോ. ശ്രീവിദ്യയുടെ കാസർഗോഡൻ സർബത്ത് അതാ റെഡി ആവുകയാണ്. 1 2 3. എന്നോടിത് വേണ്ടായിരുന്നു. നിൽക്കുന്നു തീരത്തെ മന്ദാരം എന്നോടിത് വേണ്ടായിരുന്നു. എന്നോടിത് വേണ്ട. റെഡിയായോ? ആയിട്ടില്ല, ആയിട്ടില്ല. നാടൻ കടകളിൽ കിട്ടുന്ന രീതിയിലുള്ള ഒരു ചേച്ചിക്ക് ആദ്യം കൊടുക്കണ്ട സാധനം ഉണ്ടാവും എന്നുള്ളത്. കണ്ണടച്ചു കുടിച്ചോ? എന്റെ പുരികത്തിലൊക്കെ മഞ്ഞ് കള ഇരിക്കുന്നു. കൊള്ളാമോ? അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. നല്ല സാധനമാണ്, നല്ല സാധനം. പിന്നെ അടുത്ത അഖിലാണ് വരാൻ പോകുന്നത്. കമോൺ അഖിൽ. പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങൾ ഇതാ കാണാൻ പോകുന്നു കോമഡി മാസ്റ്റേഴ്സിന്റെ പാട്ട് സർബത്ത് ബൈ അഖിൽ. മറന്നു എല്ലാം മറക്കുവാൻ നീ പഠിച്ചു മറന്നു പൂമകളെ എല്ലാം മറക്കുവാൻ നീ പഠിച്ചു അകലേക്കൊഴുകുന്ന
പുഴയാണി പുഴയായി. ഒരു തുള്ളി എങ്ങനെയാണെന്ന് വെച്ചേക്കണേടാ വളയല്ലേ. പുഴയാം നിന്നെ ഞാൻ മനസ്സിൽ അലിഞ്ഞങ്ങ് ചേർന്ന് പാട്ടിന്. അലിഞ്ഞു വെറുതെ കഴിഞ്ഞിട്ടില്ല ഇതൊന്നും തുറക്കാൻ അറിയില്ല പാവത്തിന്. അത് ചെയ്യാറില്ല തോന്നുന്നു. മണിയമ്മാമന്റെ കടയിൽ ഊതി അങ്ങ് കുടിയണം. കൈയടിക്കണ്ട, ചെലന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ നല്ലതായിരിക്കും. മുളകിന്റെ മറ്റേ കുഞ്ഞി സാധനം തെറിക്കും. അടിപൊളിയാന്ന് പറയേ. ഓ കണ്ടോ, അത് കണ്ണിക്കറിയതാ. ഇളക്കാൻ പറ്റുന്നില്ല. എന്താ അല്ല നന്നായിട്ടുണ്ട്. നാരങ്ങ തമിഴ്നാട്ടിലാണ്. ശരി നോബി ചേട്ടൻ റെഡിയാണോ ചെയ്യാൻ? റെഡി. ചിക്കൻ കറിയോ? നാരങ്ങ ഇപ്പം പിഴിയരുത് ലാസ്റ്റ്. നോബി ചേട്ടൻ അതാ നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവരികയാണ് കോമഡി മാസ്റ്റേഴ്സിന്റെ പാട്ട സർബോ. ഓർജോസിയ പൊട്ടിക്ക് പാപ്പാ. തെറിക്കണണ്ടാടാ കണ്ടാടാ കണ്ടാടാ കണ്ടാ അതാണ് കണ്ട ആ മൈക്കിൽ മുളക് കുരുങ്ങല്ലേ. ഇപ്പൊ മൊത്തം കുടിക്കുവേ, എന്നിട്ട് പറയാം അടിപൊളിയാന്ന്. മീശയിലൊരു കസ്കസ് ഇരിക്കുന്നു. അത് കസ്കസ് അല്ല, നരയാ. ഫൈനലി വി ഹാവ് ഡയാന. റെഡി ആണോ? ഡയാനയുടെയും കൂടെ ആ ഒരു പാട്ട് സർബത്ത് ഏതാന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. നമ്മൾ സർബത്ത് കുടിച്ചതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ് ഈ കാണുന്ന. ആ കുഴപ്പമില്ല, ഇച്ചിരി ഷുഗർ സിറപ്പും കൂടെ വെച്ചാൽ മതി. തോര ഉണ്ടാക്കണോ? അയ്യോ ആ ഗ്ലാസ് ഇവിടെ. ചന്ദനശിലകളിലമ്പിളി തഴുകിയ തീരം സുന്ദര സുരഭിലമാരുതനൊഴുകിയ നേരം എന്നും ഈ മണ്ണിലെ പുഷ്പകാലം വരൂ എന്നും ഈ മണ്ണിലെ സ്വപ്നജാലം വരൂ. മണ്ണിലീ ജീവിതം നമ്മൾ പന്താടണം, മണ്ണിലീ ജീവിതം നമ്മൾ കൊണ്ടാടണം. ജീവിതമുലകിൽ പായുമ്പോഴും യൗവനമുടലിൽ മേയുമ്പോഴും നമ്മളാ വേളയിൽ നിറവീഞ്ഞാകണം. സുന്ദര സുരഭിലമാരുതനൊഴുകിയ നേരം മണ്ണിലീ ജീവിതം നമ്മൾ പന്താടണം എന്നും ഈ മണ്ണിലെ സ്വപ്നജാലം വരൂ. ഇത് സിനിമയും കൊള്ളാം, സ്ക്രിപ്റ്റും കൊള്ളാം, അഭിനയം കൊള്ളാം. ആ ഈരണിയാണ് എടാ ക്ലൈമാക്സ് പോളി. ഈ സിനിമയും അഭിനയിച്ചയാളും ക്ലൈമാക്സും ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫ് എല്ലാം പൊളിച്ചു. ഇത് 100 സോഡ ക്ലബിൽ കയറും. അതെ 100 സോഡ ക്ലബിൽ കയറിയിരിക്കുകയാണ് ഡയാന ഹമീദ് വിത്ത് ഈ കുലുക്കി സർബത്ത് പാട്ട് സർബത്തിലേക്ക് കൺവേർട്ട് ചെയ്ത് വൈൻഡ് അപ്പ് സർബത്തിലേക്ക് ആക്കി അടുത്ത ദിവസം വന്നാലോ? Yeah, of course. ബൈ, പാട്ട്